ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീമതി കെ രമ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. കെ രമ MLA. ശ്രീമതി കെ രമ, TP വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ അമ്മ നൽകിയ അപേക്ഷയിൽ, അത് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയിൽ കൊടി സുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇതൊരു തീർത്തും അസാധാരണമായ ഒരു സംഭവമാണിത്. കാരണം നമ്മളിങ്ങനെ കേട്ടിട്ടില്ല. ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഒരു പ്രതിക്ക് പരോള് കൊടുക്കാൻ, അത് 30 ദിവസം പരോള് കൊടുക്കാനൊക്കെയുള്ള തീരുമാനം എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലായില്ല. ഇതൊരു സാധാരണ പ്രതിയല്ല. ഇതൊരു കൊലക്കേസിലെ കൊടും കുറ്റവാളിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 20 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച ഒരു പ്രതിയാണ്. അതില് വളരെ കർശനമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ആ ജഡ്ജ്മെന്റിൽ പോലും പറഞ്ഞത്. അത്തരം ഒരു പ്രതിക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം എന്താണ് ഉള്ളത്? അമ്മയ്ക്ക് അസുഖവും മറ്റുമാണെങ്കിൽ, മരണമാണെങ്കിൽ പോലും ഒരു 7 ദിവസത്തെ പരോളാണ് സാധാരണഗതിയിൽ അനുവദിക്കുക. അതൊരു 15 ദിവസത്തിലപ്പുറത്തേക്ക് കൊടുക്കാൻ പോലും പാടില്ല എന്നുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉള്ളയിരിക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് DGP നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. DGPയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരോൾ അനുവദിക്കപ്പെട്ടത്. അതില് പരോൾ കൊടുക്കുമ്പോൾ തന്നെ നിലവിലുള്ള പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് വേണം, ബന്ധപ്പെട്ട ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് വേണം. ഈ റിപ്പോർട്ടുകളൊന്നും ഇല്ലാതെ, ഈ റിപ്പോർട്ടുകളൊന്നും അന്വേഷിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനവും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ഇത് TP കേസിലെ പ്രതികൾക്ക് തുടക്കം മുതലേ നമ്മൾ പ്പെടുത്താൻ, പ്രതികൾക്ക് വേണ്ടി പ്രതികളെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ CPM സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വീണ്ടും ഇത് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 2 മാസം മുന്നേ നമുക്കറിയാം, ഒരു 3 പ്രതികളെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അത് കുറെ പ്രതികളുടെ ലിസ്റ്റിൽ ഇവരുടെ പേരും കൂടി ഉൾപ്പെടുത്തി അത് വലിയ വിവാദമായതായിരുന്നു. തീർച്ചയായും സാഹചര്യം ഒരുക്കിയവർക്കെതിരെയാണ് അതിൽ നടപടി പോലും ഉണ്ടായത്. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത് കുറച്ചുനാൾ അത് വാർത്തയല്ലാതായി മാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ അതിൽ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യം നമ്മൾ കണ്ടു. ഇതിപ്പോൾ ശ്രീമതി കെ രമ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധമായി അസാധാരണമായി അനുവദിച്ചിരിക്കുന്ന പരോൾ എന്നതാണല്ലോ താങ്കളും സൂചിപ്പിക്കുന്നത്. ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്തരം നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പോകാൻ പറ്റുന്ന നാടാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത് നിയമപരമായിട്ട് തന്നെ നേരിട്ട് നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോ കമ്മീഷന്റെ റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ DGP നൽകിയിരിക്കുന്നു പരോൾ എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ളൊരു തീരുമാനമില്ലാതെ ഈ കൊടും കുറ്റവാളി കൊടി സുനി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കറിയാലോ, ജയിൽ DGP അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാതെ തീരുമാനമെടുക്കാനൊന്നും DGPക്ക് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇതുപോലെ സെൻസിറ്റീവായ ഒരു കേസിൽ ഇതുപോലെ എന്താ പറയാ, നിയമങ്ങൾക്ക് മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അത് അനുവാദത്തോടു കൂടി തന്നെയാണ് ഇത് എടുത്തത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തനിച്ച് മാത്രം DGPക്ക് എടുക്കാൻ കഴിയുമോ എന്നറിയില്ല. ഏതായാലും ഇതിന് മറുപടി പറയേണ്ടത് DGPയാണ്. എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നമ്മൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി കെ രമ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.